മാലിന്യ സംസ്കരണത്തിൽ കേരളം പുതിയ ചരിത്രത്തിലേക്ക് ചുവടുവെക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 100-ൽ കേരളത്തിൽ നിന്ന് 8 നഗരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. മട്ടന്നൂർ, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്ന നഗരങ്ങളായി നമ്മുടെ ഈ 8 നഗരങ്ങൾ മാറുകയാണ്. ഈ മുന്നേറ്റം സാധ്യമാക്കിയതിൽ ഹരിതകർമ്മ സേനയെന്ന വൃത്തിയുടെ സൈന്യം മുതൽ ജനകീയ പങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയ സർക്കാരിന്റെ ഓരോ വിഭാഗവും സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്വമായി കാണുന്ന ഓരോ മനുഷ്യനും പ്രശംസയർഹിക്കുകയാണ്. मटनौर की टीम केरला से കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേഷൻ. ഇതുവരെ കേരളത്തിൻ്റെ പ്രകടനം അതിൽ വളരെ പിന്നിലായിരുന്നു. പലപ്പോഴും അതിൻ്റെ പേരിൽ മാധ്യമങ്ങളെല്ലാം വലിയ വിമർശനവും ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അത്ഭുതകരമായിട്ടൊരു കുതിപ്പ് കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ആകെയുള്ള 93 നഗരസഭകളിൽ 82 നഗരസഭകളും ആദ്യ 1000-ലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിവിധ കാറ്റഗറികളിലായി ഇന്ത്യയിൽ ഏറ്റവും വൃത്തിയുള്ള 100 നഗരങ്ങളിൽ 8 എണ്ണം കേരളത്തിൽ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വാർഷിക ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷണിൽ ഇന്ത്യയിൽ ശുചിത്വമുള്ള നഗരത്തിൽ കൊച്ചി 50-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് കൊച്ചിക്ക് വൃത്തിയിൽ 1-ാം സ്ഥാനം. കേരളത്തിൽ ഏറ്റവും വൃത്തിഹീനമായ നഗരമെന്ന ദുഷ്പേരിനെ ജനകീയ പങ്കാളിത്തത്തോടെയും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം കൊണ്ടും മാറ്റിയെടുത്ത ഒരു യജ്ഞത്തിന്റെ വിജയം കൂടിയാണ് ഈ അംഗീകാരം. ഈ നേട്ടത്തിന് പിന്നിൽ അഭിമാനകരമായ ഒരു പ്രവർത്തനം, ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു കഠിന പ്രയത്നത്തിൻ്റെ കഥ തീർച്ചയായും പറയാനുണ്ട്. നമ്മുടെ മന്ത്രിമാരായ പ്രത്യേകിച്ച് ശ്രീ MP രാജേഷ്, അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചിയിൽ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെയും ശേഖരണത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു സ്വഭാവത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ശ്രീ P രാജീവിൻ്റെയും ഇടപെടൽ. അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മുഴുവൻ നിലയിലുമുള്ള പിന്തുണ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ, നമ്മുടെ ശുചിത്വ മിഷൻ്റെ, ക്ലീൻ കേരള കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ആളുകളെയും കൊച്ചിയിൽ നിയോഗിച്ചു. അങ്ങനെയാണ് കൊച്ചിയിൽ ഹരിതകർമ്മസേനയായി നമ്മുടെ മാലിന്യ ശേഖരണ തൊഴിലാളി മാറുന്നത്, അവരെ രജിസ്റ്റർ ചെയ്യുന്നത്, അവർക്കൊരു കോഡ് ഉണ്ടാക്കുന്നത്, അവരെങ്ങനെ പ്രവർത്തിക്കണം എന്ന ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്. ബ്രഹ്മപുരത്തെ മാലിന്യമായിരുന്നു കൊച്ചിയുടെ വെല്ലുവിളി. 2023-ൽ ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിന് ശേഷം സംസ്ഥാന സർക്കാർ മാലിന്യമുക്തം നവകേരളം എന്ന പേരിൽ ബൃഹത്തായ ഒരു പദ്ധതിക്ക് തന്നെ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ സർക്കാർ ബ്രഹ്മപുരത്തെ പൈതൃക മാലിന്യം ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തു. ബ്രഹ്മപുരത്തെ 100 ടൺ ശേഷിയുള്ള ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പ്ലാന്റ് പോലെയുള്ള ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ജനങ്ങളുടെ ഒത്തൊരുമയും പങ്കുചേർന്നപ്പോൾ കൊച്ചി വൃത്തിയുടെ റാണിയായി. ഞങ്ങൾ 6 മണിക്കാണ് പ്ലാസ്റ്റിക് എടുക്കാൻ ഇറങ്ങണത്. ഇന്നത്തെ കളക്ഷൻ ഇറങ്ങിയാണ്. മാഡം ഇത് വീടുകളിൽ നിന്ന് വേസ്റ്റ് എടുത്ത് ഞങ്ങളൊരു 11 മണിയോടെ ഇവിടെ വരും. ഫുഡ് വേസ്റ്റ് ഞങ്ങളിവിടെ കമ്പോസ്റ്റ് ചെയ്യുന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് ഞങ്ങൾ ഇവിടെ കൊണ്ട് പോയിന്റിൽ ശേഖരിക്കുക ചെയ്യുന്നത്. വേസ്റ്റ് വലിയ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു നേരത്തേക്ക്. ഇപ്പോൾ ഈ ഹരിതകർമ്മ സേന വന്നേ പിന്നെ കറക്റ്റായിട്ട് വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പ്ലാസ്റ്റിക് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകേണ്ട എന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു. അതിനുശേഷമാണ് പ്ലാസ്റ്റിക് എങ്ങനെ ശേഖരിക്കണം എന്ന് നമ്മൾ പഠിച്ചത്. അതിനുശേഷമാണ് കൊച്ചി നഗരത്തിൽ കണ്ടെയ്നറുകൾ വരുന്നത്. കണ്ടെയ്നറുകൾ ഞങ്ങളുടെ തന്നെ ആശയമാണ്, ഇവിടുത്തെ കൗൺസിലറുടെ ആശയമാണ്. പക്ഷേ ആ കണ്ടെയ്നറുകൾ ഇന്ന് കേരളത്തിൻ്റെ മുഴുവൻ വിജയഗാഥയായി മാറി. മറ്റൊന്നൊരു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ പ്ലാന്റാണ് ബ്രഹ്മപുരത്ത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 50 ടണ്ണിൻ്റെ 2 BSF പ്ലാന്റ് സ്ഥാപിച്ചതോടെ കൊച്ചിയുടെ ഫുഡ് വേസ്റ്റ് എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കണം എന്ന് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും ഇത്രയേറെ ഒരു ദിവസം പ്രതിദിനം നമ്മുടെ ഭക്ഷണ മാലിന്യം ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള പ്രകൃതിക്കൊരു ദോഷവും വരാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിനാശകരമായ ഒരു വിപത്തിലേക്ക് പോകാതെ അതിനെ ഏറ്റവും പരിപൂർണമായി സംസ്കരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ മാറി. ജൈവമാലിന്യ സംസ്കരണം, അജൈവ മാലിന്യ ശേഖരണം, ദ്രവമാലിന്യ സംസ്കരണം എന്നിവയിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയ നഗരമാണിപ്പോൾ കൊച്ചി. വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കിയും പരമാവധി ഉറവിടത്തിൽ തന്നെ മാലിന്യം തരംതിരിക്കുന്നതിനുള്ള ബോധവൽക്കരണം നൽകിയും വിവിധ ഇടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി പ്ലാന്റുകൾ, കണ്ടെയ്നർ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ എന്നിവ സ്ഥാപിച്ചുമെല്ലാം ഇവിടം ശുചിത്വ നഗരമാകുകയാണ്. വെല്ലിംഗ്ടൺ ഐലൻഡ്, ബ്രഹ്മപുരം എന്നിവിടങ്ങളിലെ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും മനപ്പട്ടിപ്പറമ്പിലെ ജൈവ മാലിന്യ കമ്പോസ്റ്റിംഗ് പ്ലാന്റും ദ്രവമാലിന്യ സംസ്കരണത്തിൽ ഈ നഗരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തിങ്കൾ തുടങ്ങി ശനി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഞങ്ങൾ വന്നിട്ട് ആദ്യത്തെ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് തോട്ടിലടി വന്ന് അടിയുന്ന വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ ഞങ്ങൾ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാം വാരി എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഫുഡിൻ്റെ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും സെപ്പറേറ്റ് തരംതിരിച്ചിട്ട് ഫുഡ് സെപ്പറേറ്റ് വണ്ടിയിൽ കയറ്റി വിടും. പ്ലാസ്റ്റിക് അത് തന്നെ റിജക്ട്സിലോട്ട് മാറ്റുകയും ചെയ്യണം. കേന്ദ്ര സർക്കാരിന്റെ വാർഷിക ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷനിൽ മാലിന്യ സംസ്കരണത്തിൽ കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ചത് ദേശീയ തലത്തിൽ 53-ാം സ്ഥാനമാണ്. അജൈവ മാലിന്യ ശേഖരണം മുതൽ സംഭരണവും സംസ്കരണവും ബോധവൽക്കരണവും വരെ യാഥാർത്ഥ്യമാക്കിയ മട്ടന്നൂരിലെ മാലിന്യ സംസ്കരണത്തിലെ മുന്നേറ്റം കേരളത്തിന് അപൂർവമായ മാതൃകയാണ്. നമ്മൾ ഹരിതകർമ്മസേന മട്ടന്നൂർ 2017 തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ ജൈവ അജൈവ മാലിന്യങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ എത്തിക്കൽ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന പ്രവർത്തനം ഒരു 12 മണി വരെ രാവിലെ നടക്കുന്നുണ്ട്. നമ്മുടെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് 53 പേരാണുള്ളത്. നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ 13,250 വീടുകളും 1,800 സ്ഥാപനങ്ങളിലുമാണ് ഈ 53 അംഗങ്ങൾ കയറിപ്പോകുന്നത്. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരസഭ നടത്തിയ മെഗാ ശുചീകരണ ക്യാമ്പയിനുകൾ, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിത സഭകൾ, ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുന്നതിന് നടത്തിയ മെഗാ ക്യാമ്പയിനുകൾ, ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തി നടത്തിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ, ജനപ്രതിനിധികൾ നടത്തിയ മത്സരാധിഷ്ഠിതമായ ശുചീകരണ പ്രവർത്തനങ്ങൾ. പക്ഷേ എല്ലാറ്റിനും മുകളിലായിരുന്നു ശുചീകരണ തൊഴിലാളികൾ നടത്തിയ കഠിന പ്രയത്നങ്ങൾ. ഹരിതകർമ്മസേനയെന്ന ശുചിത്വസേന നടത്തിവരുന്ന അജൈവ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. വാർഡുകളിലെ പ്രവർത്തനം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1-ാം തീയതി മുതൽ ഫീൽഡിൽ ഇറങ്ങും. 15-ാം തീയതി ആകുമ്പോഴത്തേന് ഫീൽഡ് പ്രവർത്തനം ക്ലിയറാക്കി മിനി MCFിലേക്ക് എത്തിക്കും. 16-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് മിനി MCFന്ന് MCFിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യൽ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എല്ലാം തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേന് ബെയില് ചെയ്ത് ഏജൻസിക്ക് നമ്മൾ കൈമാറാൻ ശ്രമിക്കാറുണ്ട്, കൈമാറലുമുണ്ട്. ഇവിടെ മട്ടന്നൂരിലും മാലിന്യ നിർമ്മാർജ്ജനം അടുത്ത കാലം വരെ വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ന് ഈ കാണുന്ന ഭംഗിയൊന്നും മട്ടന്നൂരിലെ നഗരവീഥികൾക്കുണ്ടായിരുന്നില്ല. ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വേണമെന്ന ദൃഢനിശ്ചയത്തോടെ സർക്കാരും നഗരസഭയും മുന്നിട്ടിറങ്ങിയപ്പോൾ നഗരസഭയിലെ 13,250 വീടുകളിലും ജൈവ ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കി. അജൈവ മാലിന്യ ശേഖരണ സേവനം 100% വീടുകളിലും എത്തിച്ചു. 2023 ഇന്ത്യയിലെ ഈ വിഭാഗത്തിൽ വരുന്ന മട്ടന്നൂർ നഗരസഭയുടെ വിഭാഗത്തിൽ വരുന്ന കാറ്റഗറിയിൽ 1583-ാം സ്ഥാനത്തായിരുന്നു നമ്മുടെ റാങ്ക് ഉണ്ടായിരുന്നത് സ്വച്ഛ് സർവേക്ഷൺ റാങ്കിങ്ങിൽ. അവിടെ നിന്നാണ് ഒരു വർഷക്കാലം കൊണ്ട് 53-ാം റാങ്കിലെത്താൻ നമുക്ക് സാധിച്ചത്. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും
നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമ്മെ സഹായിച്ചിട്ടുള്ളത് നഗരസഭയിലെ ജീവനക്കാരും ഭരണസമിതിയുടെയും അതുപോലെ സമൂഹത്തിൻ്റെ സർവ്വമേഖലയിലുള്ള എല്ലാവരുടെയും പിന്തുണയും സഹകരണം കൊണ്ട് മാത്രമാണ്. നമുക്കിപ്പോൾ ഹരിതകർമ്മസേന നമ്മുടെ എല്ലാം സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറിയത് മാലിന്യ സംസ്കരണ രംഗത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമായ രീതിയിലായതുകൊണ്ട് മാത്രമാണ്. മട്ടന്നൂരിൽ മാത്രമല്ല, മാലിന്യ സംസ്കരണത്തിൽ കേരളത്തിന്റെ ഇതേവരെയുള്ള മുന്നേറ്റത്തിന് അടിസ്ഥാനമായത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമെന്ന ആശയമാണ്. ഹരിതകർമ്മസേന എന്ന പുത്തൻ ആശയമായിരുന്നു മറ്റൊരു മുതൽക്കൂട്ട്. കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും രൂപീകൃതമായ ഈ വനിതാ കൂട്ടായ്മകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനി മുഖേന പുനഃചംക്രമണത്തിനായി എത്തിക്കുന്നു. കേരളം ഉണരും മുൻപ് നഗരവീഥികൾ വൃത്തിയാക്കുന്ന ക്ലീനിംഗ് തൊഴിലാളികൾ മുതൽ ഗാർബേജ് മാലിന്യത്തിലെ തടസ്സം നീക്കുന്നവരുടെ വരെ കഠിന പ്രയത്നമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങളുടെ അടിത്തറ. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ സാംസ്കാരിക നഗരത്തിലെ മാലിന്യ സംസ്കരണം. ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകിയും പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിയും ശാസ്ത്രീയമായ സംസ്കരണ മാർഗങ്ങൾ അവലംബിച്ചുമാണ് തൃശൂർ ഈ രംഗത്ത് നേട്ടം കൈവരിക്കുന്നത്. സ്വച്ഛ് സർവേക്ഷൺ റാങ്കിങ്ങിൽ മികച്ച 100 നഗരങ്ങളിൽ 58ാം സ്ഥാനക്കാരാണ് തൃശൂർ നഗരസഭ. പരിപൂർണമായ മാലിന്യമുക്തമായ ഒരു നഗരമാക്കാൻ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഹരിതകർമ്മസേനയും CLR തൊഴിലാളികളും ഒപ്പം തന്നെ DLR തൊഴിലാളികളും പൊതുജനങ്ങളും സഹകരിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് 58ാം സ്ഥാനത്ത് സ്വച്ഛ് സർവേഷനിൽ നിൽക്കുന്ന തൃശ്ശൂരിനെ വരും കാലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നൂതന പദ്ധതികൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ്, ഒപ്പം തന്നെ ഒരു മാലിന്യമുക്ത നഗരമാണ്. നഗരത്തിലെ 90% വീടുകളിലും ഉറപ്പാക്കിയ ഉറവിട മാലിന്യ സംസ്കരണം, ജൈവമാലിന്യം കമ്പോസ്റ്റ് ചെയ്യുന്നതിനും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം, അഴീക്കോട് സ്ഥിതി ചെയ്യുന്ന ബയോ പാർക്ക് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടങ്ങി നിരവധി സവിശേഷതകളുടെ ആകെത്തുകയാണ് തൃശ്ശൂരിലെ മാലിന്യ സംസ്കരണം. ഇപ്പോൾ ആദ്യം ഇതിലേക്ക് വിസമ്മതിച്ചിരുന്നു ആളുകൾ വരാൻ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ആ വിഷമങ്ങളില്ല. ആളുകൾ നമ്മളുടെ കൂടെ വരികയാണ് ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് ഈ ജോലി ചെയ്യുന്നതിലും അന്തസ്സാണുള്ളത്. 300-ൽ പരം അംഗങ്ങളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഈ ജോലി ചെയ്തു വരുന്നത്. ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത ഈ അവസരത്തിൽ പോലും ഇത്രയും കുടുംബങ്ങൾക്ക് ജോലി കിട്ടി എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് അറിയിക്കുന്നത്. തൃശൂർ പൂരം പോലെയുള്ള ഉത്സവകാലത്ത് മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്ന നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്കെത്തിക്കാൻ സജീവമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കുകയാണ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന നാടുകൂടിയാണ് ഇപ്പോൾ തൃശൂർ. ഇവിടെയുള്ള മാലിന്യങ്ങളെല്ലാം ഇനി മുതൽ നമ്മൾ പുതിയ നൂതന പരിപാടിയിലേക്കും പദ്ധതിയിലേക്കും കൈമാറാൻ പോകുന്നു. നമ്മൾ CNG ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. ബയോ CNG സ്ഥാപിക്കുന്നതിനുള്ള എഗ്രിമെൻ്റ് പൂർത്തീകരിച്ചു, ടെൻഡർ പൂർത്തീകരിച്ചു, പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പട്ടണത്തിനകത്ത് ഇനി മുതൽ ഒരു കാരണവശാലും ഗാർബേജ് ഒരിക്കലും കുന്നുകൂടി കിടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവുകയില്ല.
മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും സംസ്കരിക്കാനുമുള്ള പ്രോത്സാഹനവും വീട്ടുവാതിൽക്കൽ മാലിന്യശേഖരണവും മാത്രമല്ല, വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വം കൂടി വേണമെന്ന ബോധവൽക്കരണവും കൂടിയാണ് കേരളത്തെ ഈ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നത്. 1370 എന്ന റാങ്കിങ്ങിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളെ കേന്ദ്ര ശുചിത്വ സർവേയിൽ ആദ്യ 100ലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണവും ഇതെല്ലാമാണ്. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി സർക്കാർ എടുത്ത മുൻകൈയാണ് റാങ്കിങ്ങിലെ ഈ കുതിച്ചുചാട്ടത്തിന് സഹായകരമായി മാറിയത്. അതുകൊണ്ടാണ് ഏതെങ്കിലും 1-2 നഗരസഭകൾക്ക് മാത്രമല്ല, തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് മട്ടന്നൂർ വരെ നഗരസഭകൾക്കെല്ലാം റാങ്കിങ്ങിൽ കുതിപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. പല നഗരസഭകൾക്കും വളരെ വലിയ ദേശീയ തലത്തിൽ തന്നെയുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. വീടുകളിൽ കമ്പോസ്റ്റ് യൂണിറ്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന കോഴിക്കോട്ട് സ്ഥാപനങ്ങളിലും വീടുകളിലും മാലിന്യം 5 വിഭാഗങ്ങളായാണ് തരംതിരിക്കുന്നത്. ജൈവം, പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്, മറ്റ് മാലിന്യങ്ങൾ എന്നിങ്ങനെ മാലിന്യം വേർതിരിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്ന നാട്ടിൽ വീട്ടുവാതിൽക്കൽ നിന്നുള്ള മാലിന്യ ശേഖരണത്തിന് കോഴിക്കോട്ട് ഉപഭോക്താക്കൾ നിശ്ചിത തുക യൂസർ ഫീയായി നൽകണം. ഇന്നിപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഴക് 2 ആ 2ാം ഘട്ടത്തിൽ ഞങ്ങളെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ജൈവ മാലിന്യ സംസ്കരണത്തിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എല്ലാ 67,000 വീടുകളിലേക്ക് നമ്മൾ എല്ലാ ഉപാധികളും എത്തിച്ചിട്ടുണ്ടെങ്കിലും അത് മതിയാകുന്നില്ല എന്നതാണ്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ഞെളിയൻ പറമ്പിലേക്ക് BPCL എന്ന കമ്പനി ഈ എല്ലാ മാലിന്യവും കോഴിക്കോട് കോർപ്പറേഷനിലേതും തികഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ചേർന്നുകൊണ്ട് മാലിന്യം ശേഖരിച്ച് അവിടെ സംസ്കരിച്ച് നമുക്കൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്യാസായോ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്യാസായോ മാറ്റുന്ന വലിയ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന അജൈവ മാലിന്യം MCFകൾ, RRFകൾ, നെല്ലിക്കോട് പ്ലാസ്റ്റിക് തരംതിരിക്കുന്ന പ്ലാന്റ്, നെല്ലിയാപറമ്പ് പ്ലാന്റ് തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റുന്നത്. ജൈവമാലിന്യം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളിലും ബയോഗ്യാസ് പ്ലാന്റുകളിലും സംസ്കരിക്കുന്ന ഇവിടെ പുഴകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവ മാലിന്യമുക്തമാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ നൂതന പദ്ധതികളായി നമ്മൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെയ്നർ MCFകൾ സ്ഥാപിച്ചു. കണ്ടെയ്നർ MCFകൾ സ്ഥാപിക്കുന്നതിലൂടെ സ്ഥല സൗകര്യം, വളരെ കുറഞ്ഞ സ്ഥല സൗകര്യത്തിൽ തന്നെ MCFകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു. മെഡിക്കൽ കോളേജിലുള്ള നിലവിലെ 5.1 MLD STPF STP കോ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനോടൊപ്പം തന്നെ വെസ്റ്റിലിൽ 13 MLD ശേഷിയുള്ള STPയും സരോവരത്ത് 27 MLD ശേഷിയുള്ള STPയും കൂടെ വരുന്നതോടെ നഗരത്തിലെ ദ്രവമാലിന്യ സംസ്കരണം പൂർണ്ണമായും ശാസ്ത്രീയവും കുറ്റമറ്റ രീതിയിലുമാവും. ഹരിത കേരളം മിഷന്റെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെയും പ്രാദേശികാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന യജ്ഞങ്ങളിലൂടെയുമാണ് വൃത്തിയുള്ള കേരളമെന്ന സങ്കല്പത്തെ നാം യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നത്. 2016 ആരംഭിച്ച ഹരിത കേരളം മിഷൻ മാലിന്യമുക്ത കേരളം, ജലസമൃദ്ധമായ കേരളം, ഹരിത ഭംഗിയുള്ള കേരളം എന്നീ 3 ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിച്ചത്. ഇതിൽ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നിറവേറ്റാൻ ശുചിത്വ മിഷൻ അടക്കമുള്ള ഏജൻസികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർത്ത് പ്രവർത്തിപ്പിച്ചു. വെറുമൊരു സർക്കാർ പദ്ധതി എന്നതിലുപരി ജനകീയ മുന്നേറ്റമായി മാറിയതിലൂടെയാണ് വൃത്തിയുള്ള കേരളമെന്ന ഈ സാമൂഹിക മാറ്റം നാം സാധ്യമാക്കുന്നത്. വീടും പരിസരവും മാത്രമല്ല, നാടും നാട്ടിടവഴികളും കായലും നദികളുമൊക്കെ മാലിന്യമുക്തമാക്കി ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ ഉറപ്പാക്കുകയാണ് കേരളം. ഈ രംഗത്ത് വർഷങ്ങൾക്ക് മുൻപേ മാതൃകകൾ സൃഷ്ടിച്ച നഗരമാണ് ആലപ്പുഴ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി 17 മാസം കൊണ്ട് നഗരത്തിലെ 18 വാർഡുകളെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിച്ച ആലപ്പുഴ നഗരസഭ ഇതിനകം സമ്പൂർണ്ണ ശുചിത്വ പദവിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ആലപ്പുഴയിലെ കനാലുകളുടെ ശുചീകരണം നമ്മൾ
വിവിധ സ്ഥാപനങ്ങൾ വഴിയും ജില്ലാ ഭരണകൂടവും ആലപ്പുഴ നഗരസഭയും കൈകോർത്ത് നിന്നുകൊണ്ട് തെളിനീരൊഴുകുന്ന തോടുകളായി മാറുന്നതിന് വേണ്ടിയിട്ട് പോളകൾ മാറ്റിക്കൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ മനോഹാരിത നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ട് ആലപ്പുഴ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 ടണ്ണോളം മാലിന്യമാണ്, പ്ലാസ്റ്റിക് മാലിന്യമാണ് വേമ്പനാട്ട് കായൽ നിന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി എടുത്തുകൊണ്ടിരിക്കുന്നത്. വള്ളംകളിയുടെയും ജലകേളികളുടെയും നാടായ ആലപ്പുഴയിൽ ജലാശയങ്ങളിലും റോഡരികുകളിലും വലിച്ചെറിഞ്ഞിട്ടുള്ള മാലിന്യവും പ്ലാസ്റ്റിക്കുകളും പൂർണ്ണമായും നീക്കം ചെയ്ത ആലപ്പുഴ നഗരസഭ വൃത്തി ആലപ്പുഴയുടെ അഭിവൃദ്ധി പദ്ധതിയും നിർമ്മല നഗരം നിർമ്മല ഭവനം അഴകോടെ ആലപ്പുഴ പദ്ധതിയും നടപ്പിലാക്കി ഈ നാടിനെ മാലിന്യത്തിൽ നിന്നുള്ള വിമുക്തി ഉറപ്പാക്കിയിരുന്നു. ദേശീയ റാങ്കിങ്ങിൽ തിരുവനന്തപുരത്തിന് 89-ാം സ്ഥാനം ലഭിച്ചപ്പോൾ 93-ആണ് കൊല്ലത്തിന്റെ സ്ഥാനം. വെളിയിട വിസർജ്യമുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിങ്ങായ വാട്ടർ പ്ലസ് റേറ്റിംഗ് നേടിയ തിരുവനന്തപുരം നഗരസഭ ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യ നഗരം കൂടിയായി മാറുകയാണ്. ദ്രവമാലിന്യ സംസ്കരണത്തിലും ODF സ്റ്റേറ്റസിലും, അതായത് പൊതുവിടങ്ങളിൽ വിസർജ്യ സ്വഭാവമുള്ള നഗരങ്ങളുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും ഒഴിവായ ഒരു നഗരമെന്ന നിലയിലും കക്കൂസ് സൗകര്യം പരമാവധി ആളുകൾക്കുണ്ട് എന്നുറപ്പാക്കിയ നഗരമെന്ന നിലയിലും ദ്രവമാലിന്യവും കക്കൂസ് മാലിന്യവും കൃത്യമായി കൈകാര്യം ചെയ്യുന്നു എന്ന നഗരമെന്ന നിലയിലും കേരളത്തിൽ ആദ്യമായി അതിൻ്റെ പരമോന്നത അംഗീകാരമായ വാട്ടർ പ്ലസ് നേടിയ ആദ്യ നഗരമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു എന്നത് നഗരവാസികൾക്കും തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിക്കും കേരള സർക്കാരിനും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നേട്ടവും അംഗീകാരവുമാണ്. വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണത്തിനൊപ്പം വൻകിട മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകുകയാണ് നമ്മുടെ കേരളം. മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ, മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവയും പഴകിയ മാലിന്യ കൂമ്പാരങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള പദ്ധതികളും ബയോമാലിന്യം പണം കൊടുത്ത് വാങ്ങുന്ന പദ്ധതിയുമെല്ലാം കേരളത്തെ ഈ രംഗത്ത് പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ അഭിമാനത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിന് മാത്രമല്ല, കാരണം മാലിന്യമുക്തമായ ഒരു കേരളം, അതിനുവേണ്ടി ഞങ്ങളും അവരോടൊപ്പം കൈകോർക്കുന്നതിൽ അഭിമാനമുണ്ട്. മാസത്തിൽ ഒരു തവണ നമ്മുടെ വേസ്റ്റും മറ്റ് തെർമോക്കോളും മറ്റ് ചെരുപ്പ്, ബാഗ് ഇതൊക്കെ എടുക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് എനിക്കത് വളരെ ഉപകാരമാണ്. കാരണം ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാണ്. ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മ സേനാംഗങ്ങളും നടത്തുന്ന അക്ഷീണ പ്രയത്നത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ഈ രംഗത്തെ നമ്മുടെ ഓരോ നേട്ടങ്ങളും. അതിൻ്റെ തുടക്കമാകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷണിലെ അംഗീകാരങ്ങൾ. ഈ മുന്നേറ്റങ്ങൾ തുടരാൻ നമ്മുടെ സർക്കാരിനൊപ്പം നമുക്കും കൈകോർക്കാം. കാരണം ഇത് വൃത്തിയുള്ള നല്ല നാളേക്കായുള്ള നമ്മുടെ തന്നെ നിക്ഷേപമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച്